ഓം ശാന്തി 2/12/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീപത്തിന്റെ സംരക്ഷണം സ്വയം തന്നെ ചെയ്യണം. കൊടുങ്കാറ്റുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ജ്ഞാനയോഗത്തിന്റെ നെയ് തീർച്ചയായും ആവശ്യമാണ്. ചോദ്യം: ഏതൊരു പുരുഷാർത്ഥമാണ് ഗുപ്തമായ ബാബയിൽ നിന്നും ഗുപ്തമായ സമ്പത്ത് നേടിത്തരുന്നത്? ഉത്തരം: അന്തർമുഖിയായി, അതായത് നിശബ്ദമായിരുന്ന് ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ ഗുപ്തമായ സമ്പത്ത് ലഭിക്കും. ഓർമ്മയിലിരിക്കെ ശരീരം ഉപേക്ഷിച്ചാൽ വളരെ നല്ലതാണ്. ഇതിലൊരു ബുദ്ധിമുട്ടുമില്ല. ഓർമ്മയോടൊപ്പം ജ്ഞാനയോഗത്തിന്റെ സേവനവും ചെയ്യണം. അഥവാ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ കർമ്മണ സേവനം ചെയ്യൂ. വളരെയധികം പേർക്ക് സുഖം നൽകുകയാണെങ്കിൽ ആശീർവാദം ലഭിക്കും. പെരുമാറ്റവും വാക്കുകളും വളരെ സാത്വികമായിരിക്കണം. ഗീതം: ദുർബലനുമായി ബലവാന്റെ യുദ്ധം. ഓം ശാന്തി. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, എപ്പോൾ ഈ ഗീതം കേൾക്കുമ്പോഴും തന്റെ മേൽ വിചാരസാഗര മന്ഥനം നടത്തണം. ഇത് കുട്ടികൾക്ക് അറിയാവുന്നതാണ്. മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ 12 ദിവസം വിളക്ക് കത്തിക്കാറുണ്ട്. നിങ്ങളാണെങ്കിൽ മരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുകയാണ്. മാത്രമല്ല, തന്റെ ജ്യോതിയെ പുരുഷാർത്ഥം ചെയ്ത് സ്വയം തന്നെ തെളിയിക്കുന്നു. മാലയിൽ വരുന്നവരാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. പ്രജകൾ ഈ മാലയിൽ വരില്ല. എനിക്ക് വിജയമാലയിൽ ആദ്യം വരണം എന്ന ചിന്തയോടെ പുരുഷാർത്ഥം ചെയ്യണം. മായയാകുന്ന പൂച്ച കൊടുങ്കാറ്റടുപ്പിച്ച് വികർമ്മം ചെയ്യിപ്പിച്ച് ജ്യോതിയെ കെടുത്തരുത്. ഇതിൽ ജ്ഞാനം, യോഗം രണ്ടിന്റെയും ബലം ആവശ്യമാണ്. യോഗത്തോടൊപ്പം ജ്ഞാനവും ആവശ്യമാണ്. ഓരോരുത്തർക്കും അവരവരുടെ ദീപം സംരക്ഷിക്കണം. അന്തിമം വരെ പുരുഷാർത്ഥം നടക്കുക തന്നെ വേണം. മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം. ജ്യോതിയുടെ പ്രഭ കുറയരുത്, അണഞ്ഞു പോകരുത്. അതിനാൽ യോഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും നെയ്യ് ദിവസവും ഒഴിക്കണം. യോഗബലത്തിന്റെ ശക്തിയില്ലെങ്കിൽ ഓടാൻ സാധിക്കില്ല. അവസാനമായി പോകും. സ്കൂളിൽ വിവിധ വിഷയങ്ങൾ ഉണ്ടാകും. നോക്കും, ഞാൻ ഈ വിഷയത്തിൽ പിന്നിലാണ് എന്ന് തോന്നിയാൽ ആവശ്യമുള്ള ഫോഴ്സ് ഉപയോഗിക്കും. ഇവിടെയും അങ്ങനെയാണ്. സ്ഥൂല സേവനത്തിന്റെ വിഷയവും വളരെ നല്ലതാണ്. ഒരുപാട് പേരുടെ ആശീർവാദം ലഭിക്കും. ചില കുട്ടികൾ ജ്ഞാനത്തിന്റെ സേവനം ചെയ്യുന്നു. ദിനം പ്രതിദിനം സേവനത്തിന്റെ വൃദ്ധി ഉണ്ടാകും. ഒരു ധനികന് 6-8 കടകൾ ഉണ്ടാകും. എല്ലാം ഒരുപോലെയല്ല നടക്കുന്നത്. ചിലതിൽ കുറഞ്ഞ വിൽപ്പനയും ചിലതിൽ കൂടുതലും ആയിരിക്കും. രാത്രി പോലും സമയം ലഭിക്കാത്ത രീതിയിലുള്ള ദിനങ്ങൾ നിങ്ങൾക്കും വരാനിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലാകും, ജ്ഞാനസാഗരനായ ബാബ വന്നിരിക്കുന്നു. അവിനാശിയായ ജ്ഞാനരത്നങ്ങളാൽ സഞ്ചി നിറയ്ക്കുന്നു. പിന്നീട് അനേകം കുട്ടികൾ വരും. കാര്യം ചോദിക്കുകയേ വേണ്ട. ഒരാൾ രണ്ടാമതൊരാളെ കേൾപ്പിക്കുമല്ലോ. ഇവിടെ വളരെ നല്ല വസ്തു വളരെ വിലക്കുറവിൽ ലഭിക്കും. നിങ്ങൾ കുട്ടികൾക്കും അറിയാം, ഈ രാജയോഗത്തിന്റെ പഠിപ്പ് വളരെ സഹജമാണ്. എല്ലാവർക്കും ഈ ജ്ഞാനരത്നങ്ങളെക്കുറിച്ച് അറിവുണ്ടായാൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ ജ്ഞാനത്തിന്റെയും യോഗത്തിന്റെയും സേവനം ചെയ്യുന്നു. ആർക്കാണോ ഈ ജ്ഞാനയോഗത്തിന്റെ സേവനം ചെയ്യാൻ സാധിക്കാത്തത് അവർക്ക് കർമ്മണ സേവനത്തിനും മാർക്കുണ്ട്. എല്ലാവരുടെയും ആശീർവാദം ലഭിക്കും.
പരസ്പരം സുഖം നൽകണം. ഇത് വളരെ ചിലവ് കുറഞ്ഞ ഖനിയാണ്. ഇത് അവിനാശിയായ വജ്ര വൈഡൂര്യത്തിന്റെ ഖനിയാണ്. 8 രത്നങ്ങളുടെ മാല ഉണ്ടാക്കുന്നില്ലേ? പൂജിക്കുന്നുമുണ്ട്. പക്ഷെ ഈ മാല ആരുടെ ഓർമ്മയ്ക്ക് ഉണ്ടാക്കിയതാണ് എന്നത് ആർക്കും അറിയില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം എങ്ങനെയാണ് നമ്മൾ പൂജ്യനും പൂജാരിയുമായി മാറിയത്. ഇത് വളരെ അത്ഭുതകരമായ ജ്ഞാനമാണ്. ഇത് ലോകത്തിലെ ആർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ ഭാഗ്യനക്ഷത്രങ്ങളായ കുട്ടികൾക്ക് മാത്രമേ നിശ്ചയമുള്ളൂ. അതായത് നമ്മൾ തന്നെയായിരുന്നു സ്വർഗത്തിന്റെ അധികാരി, ഇപ്പോൾ നരകത്തിന്റെ അധികാരികൾ ആയിരിക്കുന്നു. സ്വർഗത്തിന്റെ അധികാരിയായി മാറിയാൽ പിന്നെ പുനർജന്മവും അവിടെയാണ് എടുക്കുക. ഇപ്പോൾ വീണ്ടും നമ്മൾ സ്വർഗത്തിന്റെ അധികാരികളായി മാറുകയാണ്. നിങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമേ ഈ സംഗമയുഗത്തെക്കുറിച്ച് അറിയൂ. മറുവശത്ത് മുഴുവൻ ലോകവും കലിയുഗത്തിലാണ്. യുഗം വേറെ വേറെ ആണല്ലോ. സത്യയുഗത്തിലാവുമ്പോൾ പുനർജന്മവും സത്യയുഗത്തിലാണ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓട്ടമത്സരം നടത്തണം. കട സംരക്ഷിക്കണം. ജ്ഞാനയോഗത്തിന്റെ ധാരണയില്ലെങ്കിൽ കട സംരക്ഷിക്കാൻ സാധിക്കില്ല. സേവനത്തിന്റെ ഫലം ബാബ നൽകും. യജ്ഞം രചിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ബ്രാഹ്മണർ വരും. പിന്നീട് അതിൽ ചിലർക്ക് കൂടുതൽ ദക്ഷിണയും ചിലർക്ക് കുറവ് ദക്ഷിണയും ലഭിക്കുന്നു. ഇപ്പോൾ പരമപിത പരമാത്മാവ് രുദ്രയജ്ഞം രചിച്ചിരിക്കുകയാണ്. നമ്മളാണ് ബ്രാഹ്മണർ. നമ്മുടെ ജോലി തന്നെ മനുഷ്യരെ ദേവതയാക്കി മാറ്റുക എന്നതാണ്. ഇങ്ങനെയൊരു യജ്ഞം മറ്റൊന്നുണ്ടാകില്ല. ആർക്കും പറയാൻ പറ്റും, ഞങ്ങൾ ഈ യജ്ഞത്തിലൂടെ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുകയാണ്. ഇപ്പോൾ ഇതിനെ രുദ്രജ്ഞാന യജ്ഞം അഥവാ പാഠശാല എന്നും പറയാം. ജ്ഞാനയോഗത്തിലൂടെ ഏതൊരു കുട്ടിക്കും ദേവീ ദേവതയാകാൻ സാധിക്കും. ബാബ വഴി പറഞ്ഞു തരുന്നു. നിങ്ങൾ പരംധാമത്തിൽ നിന്നും ബാബയുടെ കൂടെ വന്നതാണ്. നിങ്ങൾ പറയും, ഞങ്ങൾ പരംധാമ നിവാസിയാണ്. ഈ സമയത്ത് ബാബയുടെ ശ്രീമത്തിലൂടെ ഞങ്ങൾ സ്വർഗം സ്ഥാപന ചെയ്യുകയാണ്. സ്ഥാപന ചെയ്യുന്നതാരാണോ അവരാണ് തീർച്ചയായും അധികാരിയായി മാറുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യശാലിയായ ജ്ഞാനസൂര്യനും ജ്ഞാനചന്ദ്രനും ജ്ഞാന നക്ഷത്രങ്ങളുമാണ്. നമ്മെ ആക്കി മാറ്റുന്നത് ജ്ഞാനസാഗരനാണ്. ആ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ സ്ഥൂലത്തിലല്ലേ? അതുമായി നമ്മെ താരതമ്യം ചെയ്യുകയാണ്. അതിനാൽ നമ്മളും ജ്ഞാനസൂര്യൻ, ജ്ഞാനചന്ദ്രൻ, ജ്ഞാന നക്ഷത്രങ്ങളുമാകും. നമ്മെ ഇങ്ങനെയാക്കി മാറ്റുന്നത് ജ്ഞാനസാഗരനാണ്. പേര് വരുമല്ലോ, നമ്മൾ ജ്ഞാനസൂര്യൻ അല്ലെങ്കിൽ ജ്ഞാനസാഗരന്റെ കുട്ടികളാണ്. ബാബ ഇവിടെ വസിക്കുന്ന ആളല്ല. ബാബ പറയുന്നു, ഞാൻ വരുന്നു, നിങ്ങളെ തനിക്ക് സമാനമാക്കി മാറ്റുന്നു. നിങ്ങൾക്ക് ജ്ഞാനസൂര്യനും ജ്ഞാന നക്ഷത്രങ്ങളുമായി മാറേണ്ടത് ഇവിടെയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഭാവിയിൽ വീണ്ടും ഇവിടെ തന്നെ സ്വർഗത്തിന്റെ അധികാരിയായി മാറും. എല്ലാത്തിന്റെയും ആധാരം പുരുഷാർത്ഥമാണ്. നാം മായയെ വിജയിക്കുന്ന യോദ്ധാക്കളാണ്. അവരാണെങ്കിൽ മനസ്സിനെ വശത്താക്കാനായി എത്ര ഹഠയോഗം ചെയ്യുന്നു. നിങ്ങൾക്ക് ഹഠയോഗം മുതലായവ ചെയ്യാൻ സാധിക്കില്ല. ബാബ പറയുന്നു, നിങ്ങൾക്കൊട്ടും ബുദ്ധിമുട്ടേണ്ടതില്ല. കേവലം ഇത്രയേ പറയുകയുള്ളൂ, നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് വരണം. അതിനാൽ എന്നെ ഓർമ്മിക്കൂ.
ഞാൻ നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു മനുഷ്യനും പറയാൻ സാധിക്കില്ല. സ്വയം ഭഗവാനാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ സ്വയം ഞാൻ വഴികാട്ടിയാണ് എന്ന് പറയാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഞാൻ പ്രധാന വഴികാട്ടിയാണ്, കാലന്റെയും കാലനാണ്. ഒരു സത്യവാൻ സാവിത്രിയുടെ കഥയുണ്ടല്ലോ. അവരുടേത് പരിധിയുള്ള സ്നേഹമായതിനാൽ ദുഃഖിച്ചിരുന്നു. നിങ്ങളാണെങ്കിൽ സന്തോഷിക്കുന്നു. ഞാൻ നിങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകും. നിങ്ങൾ ഒരിക്കലും ദുഃഖിയാവുകയില്ല. അറിയാം, നമ്മുടെ ബാബ വന്നിരിക്കുകയാണ് മധുരമായ വീട്ടിലേക്ക് കൂടെ കൊണ്ടുപോകുന്നതിന്. അതിനെയാണ് മുക്തിധാമം അഥവാ നിർവാണധാമം എന്ന് പറയുന്നത്. പറയുന്നു, ഞാൻ എല്ലാ കാലന്റെയും കാലനാണ്. ആ കാലൻ ഒരാത്മാവിനെയാണ് കൊണ്ടുപോകുന്നത്. ഞാനാണെങ്കിൽ എത്ര വലിയ കാലനാണ്. 5000 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വഴികാട്ടിയായി മാറി എല്ലാവരെയും കൊണ്ടുപോയിരുന്നു. പ്രിയതമൻ പ്രിയതമകളെ തിരികെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ആ പ്രിയതമനെ ഓർമ്മിക്കണം. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇവിടേക്ക് വരും. ആദ്യം മധുരമായ വീട്ടിലേക്ക് പോകും, പിന്നീട് താഴേക്ക് വരും. നിങ്ങൾ കുട്ടികൾ സ്വർഗത്തിലെ നക്ഷത്രങ്ങളാണ്. മുൻപ് നരകത്തിലേതായിരുന്നു. നക്ഷത്രങ്ങൾ എന്ന് കുട്ടികളെയാണ് പറയുന്നത്. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചുള്ള ഭാഗ്യ നക്ഷത്രങ്ങളാണ്. നിങ്ങൾക്ക് മുത്തച്ഛന്റെ സമ്പത്ത് ലഭിക്കുകയാണ്. ഖനി വളരെ നല്ലതാണ്. മാത്രമല്ല, ഈ ഖനി ഒരു തവണ മാത്രമാണ് ലഭിക്കുന്നത്. മറ്റ് ഖനികൾ അനേകമുണ്ടല്ലോ. അതിൽ നിന്നും ലഭിച്ചുകൊണ്ടേയിരിക്കും. ചിലർ ഇരുന്ന് വളരെയധികം കുഴിക്കും. ഇവിടെയാണെങ്കിൽ അവിനാശിയായ ജ്ഞാനരത്നങ്ങളുടെ ഒരേ ഒരു ഖനി, അതും ഒരു തവണ മാത്രമാണ് ലഭിക്കുന്നത്. വേറെ പുസ്തകങ്ങൾ അനേകമുണ്ട്. എന്നാൽ അതിനെയൊന്നും രത്നം എന്ന് പറയില്ല. ബാബയെയാണ് ജ്ഞാനസാഗരൻ എന്ന് പറയുന്നത്. അവിനാശിയായ ജ്ഞാനരത്നങ്ങളുടെ നിരാകാരി ഖനിയാണ്. ഈ രത്നങ്ങളാൽ നാം സഞ്ചി നിറയ്ക്കുകയാണ്. നിങ്ങൾ കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാകണം. ഓരോരുത്തർക്കും അഭിമാനവും ഉണ്ടാകും. കടയിൽ വിൽപ്പന കൂടുതലാണെങ്കിൽ അന്വേഷണങ്ങളും ഉണ്ടാകും. ഇവിടെ പ്രജകളെയും ഉണ്ടാക്കുന്നുണ്ട്, അനന്തര അവകാശികളെയും ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നിന്ന് രത്നങ്ങൾ സഞ്ചിയിൽ നിറച്ച് ദാനം നൽകുന്നതിനായി കൊണ്ടുപോകണം. ജ്ഞാനസാഗരനായ പരമപിത പരമാത്മാവ് ജ്ഞാനരത്നങ്ങളാൽ സഞ്ചി നിറയ്ക്കുകയാണ്. സ്ഥൂല സാഗരത്തിൽ നിന്നും രത്നങ്ങളുടെ സഞ്ചി നിറച്ച് ദേവതകൾക്ക് നൽകി. ഇങ്ങനെയല്ല. ആ സാഗരത്തിൽ നിന്നും രത്നങ്ങൾ ലഭിക്കില്ല. ഇത് ജ്ഞാനരത്നങ്ങളുടെ കാര്യമാണ്. ഡ്രാമ അനുസരിച്ച് പിന്നീട് നിങ്ങൾക്ക് രത്നത്തിന്റെ ഖനികളും ലഭിക്കും. അവിടെ അളവറ്റ വജ്രങ്ങളും വൈഡൂര്യങ്ങളും ഉണ്ടാകും. ഇതുകൊണ്ടാണ് പിന്നീട് ഭക്തി മാർഗങ്ങളിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ എല്ലാം ഉള്ളിലേക്ക് പോകുന്നു. അവിടെ കൊട്ടാരങ്ങൾ ഒരുപാട് ഉണ്ടാക്കും, ഒന്നൊന്നുമല്ല. ഇവിടെയും രാജാക്കന്മാർ തമ്മിൽ മത്സരം നടക്കും. നിങ്ങൾ കുട്ടികൾക്കറിയാം, കൽപ്പം മുമ്പ് വീട് നിർമ്മിച്ചതുപോലെ വീണ്ടും നിർമ്മിക്കും. അവിടെ വളരെ സഹജമായി വീടുകൾ നിർമ്മിക്കും. സയൻസ് വളരെയധികം സഹായിക്കും. എന്നാൽ അവിടെ സയൻസ് എന്ന വാക്ക് ഉണ്ടാകില്ല. സയൻസിനെ ഹിന്ദിയിൽ വിജ്ഞാനം എന്നാണ് പറയുന്നത്. ജ്ഞാനത്തിലൂടെ രത്നങ്ങൾ ലഭിക്കുന്നു. യോഗത്തിലൂടെ നാം സദാ ആരോഗ്യവാനായി മാറുന്നു.
ഇത് ജ്ഞാനത്തിന്റെയും യോഗത്തിന്റെയും അറിവാണ്. ഇതിലൂടെ പിന്നീട് വൈകുണ്ഠത്തിലെ വലിയ വലിയ ഭവനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ഈ മുഴുവൻ കാര്യങ്ങളും അറിയാം. നിങ്ങൾക്കറിയാം, നാം ഭാരതത്തെ സ്വർഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ദേഹത്തോട് ഒരു മോഹവുമില്ല. നാം ആത്മാക്കൾ ഈ ശരീരം ഉപേക്ഷിച്ച് സ്വർഗത്തിൽ ചെന്ന് പുതിയ ശരീരം എടുക്കും. അവിടെയും മനസ്സിലാക്കും, ഒരു പഴയതിനെ ഉപേക്ഷിച്ച് പുതിയത് എടുക്കും. അവിടെ ദുഃഖമോ ശോകമോ ഉണ്ടാകില്ല. പുതിയ ശരീരം എടുക്കുന്നത് നല്ലത് തന്നെയാണ്. ബാബ നമ്മളെ ഇങ്ങനെയാക്കി മാറ്റുകയാണ്. ഇങ്ങനെ കൽപ്പം മുൻപും ആയിരുന്നു. നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുകയാണ്. തീർച്ചയായും കൽപ്പം മുമ്പും അനേക ധർമ്മങ്ങൾ ഉണ്ടായിരുന്നു. ഗീതയിൽ ഇതൊന്നുമില്ല. ബ്രഹ്മാവിലൂടെ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന എന്ന് പാടാറുണ്ട്. അനേകം ധർമ്മങ്ങളുടെ വിനാശം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ സ്ഥാപന നടക്കുകയാണ്. ദേവി ദേവതാ ധർമ്മത്തിന് ലോപം സംഭവിക്കുമ്പോഴാണ് ബാബ വരുന്നത്. പിന്നീട് പരമ്പര എങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും? ഇത് വളരെ സഹജമായ കാര്യങ്ങളാണ്. എന്തിന്റെ വിനാശമാണ് ഉണ്ടായത്? അനേകം ധർമ്മങ്ങളുടെ. എങ്കിലിപ്പോൾ അനേകം ധർമ്മങ്ങളില്ലേ? ഈ സമയം അന്ത്യമാണ്. മുഴുവൻ ജ്ഞാനവും ബുദ്ധിയിൽ ഉണ്ടാകണം. ശിവബാബയാണ് എല്ലാം മനസ്സിലാക്കി തരുന്നത്. എന്താ ഈ ബാബ, അതായത് ബ്രഹ്മാവ് ഒന്നും പറയില്ലേ? അങ്ങനെയല്ല. ഇദ്ദേഹത്തിനും പാർട്ടുണ്ട്. ബ്രഹ്മാവിന്റെ ശ്രീമത്തിനെ കുറിച്ചും പാടിയിട്ടുണ്ട്. കൃഷ്ണന്റെ ശ്രീമതം എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ എല്ലാവരും ശ്രേഷ്ഠമാണ്. അവർക്ക് നിർദ്ദേശത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ബ്രഹ്മാവിന്റെയും മതം ലഭിക്കുന്നു. അവിടെ എങ്ങനെയാണോ രാജാവും റാണിയും, അതുപോലെയാണ് പ്രജകൾ. എല്ലാവരുടെയും ശ്രേഷ്ഠ മതമാണ്. തീർച്ചയായും ആരെങ്കിലും നൽകിയതായിരിക്കും. ദേവതകൾ ശ്രേഷ്ഠ മതമുള്ളവരാണ്. ശ്രീമതത്തിലൂടെ തന്നെയാണ് സ്വർഗം ഉണ്ടാകുന്നത്. ആസുരീയ മതത്തിലൂടെയാണ് നരകം ഉണ്ടാകുന്നത്. ശ്രീമതം ശിവബാബയുടേതാണ്. ഈ കാര്യങ്ങളെല്ലാം സഹജമായി മനസ്സിലാക്കാനുള്ളതാണ്. ഇതെല്ലാം ശിവബാബയുടെ കടകളാണ്. നമ്മൾ കുട്ടികൾ നടത്തിപ്പുകാരാണ്. ആരാണോ വളരെ നന്നായി കട നടത്തുന്നത് അവർക്ക് പേരുണ്ടാകും. എങ്ങനെയാണോ വ്യാപാര കാര്യത്തിൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ. പക്ഷേ ഈ വ്യാപാരം വിരളം പേരേ ചെയ്യൂ. വ്യാപാരം എല്ലാവർക്കും ചെയ്യണം. ചെറിയ കുട്ടികൾക്കും ജ്ഞാനയോഗത്തിന്റെ വ്യാപാരം ചെയ്യാൻ സാധിക്കും. ശാന്തിധാമവും സുഖധാമവും അത്രമാത്രം. ബുദ്ധി കൊണ്ട് ബാബയെ ഓർമ്മിക്കണം. അവരാണെങ്കിൽ രാമ രാമ എന്ന് പറയുന്നു. ഇവിടെ മിണ്ടാതിരുന്ന് ഓർമ്മിക്കണം. ഒന്നും പറയേണ്ടതില്ല. ശിവപുരിയും വിഷ്ണുപുരിയും വളരെ സഹജമായ കാര്യമാണ്. മധുരമായ വീടും മധുരമായ രാജധാനിയും ഓർമ്മയുണ്ടോ? അവർ നൽകുന്നത് സ്ഥൂല മന്ത്രമാണ്. ഇത് സൂക്ഷ്മ മന്ത്രമാണ്. അതിസൂക്ഷ്മമായ ഓർമ്മ. കേവലം ഈ ഓർമ്മയിലൂടെ നമ്മൾ വിശ്വത്തിന്റെ അധികാരിയായി മാറും. ഒന്നും ജപിക്കേണ്ടതില്ല. കേവലം ഓർമ്മിച്ചാൽ മതി. ശബ്ദിക്കേണ്ട ആവശ്യമില്ല. ഗുപ്തമായ ബാബയിൽ നിന്നും ഗുപ്തമായ സമ്പത്ത് മൗനമായി ഇരിക്കുന്നതിലൂടെ, അന്തർമുഖിയാകുന്നതിലൂടെ നമ്മൾ നേടുന്നു. ഇതേ ഓർമ്മയിലിരുന്ന് ശരീരം ഉപേക്ഷിച്ചാൽ വളരെ നല്ലതാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല.
ആർക്കാണോ ഓർമ്മ ഉറയ്ക്കാത്തത് അവർ തനിക്കാവശ്യമായ അഭ്യാസം ചെയ്യണം. എല്ലാവരോടും പറയൂ, ബാബ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ അന്തിമ മനസ്സുപോലെ ഗതിയുണ്ടാകും. ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും. ശേഷം ഞാൻ സ്വർഗത്തിലേക്ക് അയക്കും. ബുദ്ധിയോഗം ശിവബാബയിൽ വെക്കുക എന്നത് വളരെ സഹജമാണ്. പഥ്യം മുഴുവൻ പാലിക്കേണ്ടതും ഇവിടെയാണ്. സതോ പ്രധാനമായി മാറണമെങ്കിൽ എല്ലാം സാത്വികമാകണം. പെരുമാറ്റം സാത്വികമാകണം, സംസാരം സാത്വികമാകണം. ഇതാണ് സ്വയത്തോട് സംസാരിക്കൽ. കൂട്ടുകാരനോട് സ്നേഹത്തോടെ പറയണം. ഗീതത്തിലുമുണ്ടല്ലോ, പിതാവിന്റെ വാക്കുകൾ സദാ അമൂല്യമാണ്. നിങ്ങൾ രൂപബസന്താണ്. ആത്മാവ് സൗന്ദര്യമുള്ളതാകുന്നു. ബാബ ജ്ഞാനസാഗരനാണെങ്കിൽ തീർച്ചയായും വന്ന് ജ്ഞാനം കേൾപ്പിക്കും. പറയുന്നു, ഞാൻ ഒരേ ഒരു തവണ വന്ന് ശരീരം ധാരണ ചെയ്യുന്നു. ഇത് കുറഞ്ഞ മായാജാലമൊന്നുമല്ല. ബാബയും രൂപ് ബസന്ത് ആണ്. എന്നാൽ നിരാകാരന് സംസാരിക്കാൻ സാധിക്കില്ല. അതിനാലാണ് ശരീരം എടുത്തത്. പക്ഷെ ബാബ പുനർജന്മത്തിൽ വരുന്നില്ല. ആത്മാക്കൾ പുനർജന്മത്തിൽ വരുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾ ബാബയിൽ ബലിയായാൽ ബാബ പറയും, പിന്നീട് മമത്വം വെക്കരുത്, എന്റേത് എന്ന് ഒന്നിനെയും കരുതരുത്. മമത്വം ഇല്ലാതാക്കാനാണ് ബാബ യുക്തികൾ രചിക്കുന്നത്. ഓരോ ചുവടിലും ബാബയോട് ചോദിക്കണം. മായ ചാട്ടവാറുകൊണ്ട് അടിക്കുന്നതാണ്. പൂർണമായും ബോക്സിംഗ് ആണ്. വളരെ പേർ അടികൊണ്ട് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നു. എഴുതുന്നുമുണ്ട്, ബാബ മായയുടെ അടികൊണ്ടു മുഖം കറുപ്പിച്ചു. 4 നില കെട്ടിടത്തിൽ നിന്ന് വീണതുപോലെയാണ്. ക്രോധിച്ചു, അർത്ഥം 4ാം നിലയിൽ നിന്ന് വീണു. ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ കുട്ടികൾ ടേപ്പിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ, ടേപ്പ് അയച്ചു തരൂ, ഞങ്ങൾക്ക് കൃത്യമായി മുരളി കേൾക്കണം. ഇതിനുള്ള സൗകര്യങ്ങളും ശരിയാകുന്നുണ്ട്. കൂടുതൽ കേൾക്കുമ്പോൾ ഒരുപാട് പേരുടെ വാതിൽ തുറക്കും. വളരെയധികം പേരുടെ മംഗളമുണ്ടാകും. മനുഷ്യർ കോളേജ് തുറക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ വളരെ നല്ല വിദ്യ ലഭിക്കും. ബാബയും പറയുന്നു, ടേപ്പ് റെക്കോർഡർ വാങ്ങിക്കൂ, എങ്കിൽ അനേകം പേരുടെ മംഗളം ഉണ്ടാകും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സതോ പ്രധാനമായി മാറാൻ വളരെ വലിയ പഥ്യം പാലിക്കണം. കഴിക്കുന്നത്, കുടിക്കുന്നത്, വാക്ക്, പെരുമാറ്റം എല്ലാം സാത്വികമായിരിക്കണം. ബാബയ്ക്ക് സമാനം രൂപ് ബസന്തായി മാറണം. 2. നിരാകാരി ഖനിയിൽ നിന്നും അവിനാശിയായ ജ്ഞാനരത്നങ്ങളാൽ തന്റെ സഞ്ചി നിറച്ച് അപാര സന്തോഷത്തിൽ കഴിയണം. മാത്രമല്ല, മറ്റുള്ളവർക്കും ഈ ജ്ഞാനരത്നങ്ങളുടെ ദാനം നൽകണം. വരദാനം: നഷ്ടോ മോഹയായി ദുഃഖ അശാന്തിയുടെ പേരോ അടയാളമോ പോലും സമാപ്തമാക്കുന്ന സ്മൃതി സ്വരൂപരായി ഭവിക്കട്ടെ. ആരാണോ സദാ ഒന്നിന്റെ സ്മൃതിയിൽ ഇരിക്കുന്നത് അവരുടെ സ്ഥിതി ഏകരസമായിരിക്കും. ഏകരസ സ്ഥിതിയുടെ അർത്ഥമിതാണ്: ഒന്നിലൂടെ സർവസംബന്ധം, സർവപ്രാപ്തികളുടെയും രസത്തിന്റെ അനുഭവം ചെയ്യുക. ആരാണോ ബാബയെ സർവസംബന്ധത്തിൽ തന്റേതാക്കി സ്മൃതി സ്വരൂപരായിരിക്കുന്നത് അവർ സഹജമായി നഷ്ടമോഹയായി മാറുന്നു.
ആര് നഷ്ടമോഹയാണോ അവർക്ക് ഒരിക്കലും ധനം സമ്പാദിക്കുന്നതിലോ ധനം സംരക്ഷിക്കുന്നതിലോ ആരെങ്കിലും രോഗിയായാലോ ദുഃഖത്തിന്റെ അലകൾ വരിക സാധ്യമല്ല. നഷ്ടമോഹ അർത്ഥം ദുഃഖ അശാന്തിയുടെ പേരോ അടയാളമോ ഇല്ല. സദാ നിശ്ചിന്തം. സ്ലോഗൻ: ക്ഷമാശീലർ അവരാണ് ആരാണോ ദയാമനസ്കരായി സർവർക്കും ആശീർവാദം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓം ശാന്തി.